പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോമഡി കൊണ്ടിട്ട് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമ്മൾ വേറൊരു സെൻസിലേക്ക് മാറുമ്പടം ഒരു ആകാശഗംഗ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് അരമനൈ, പിന്നെ മമ്മി, ഇതെല്ലാം കയറി അവസാനം അരമണിക്കൂർ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുന്ന് കാണും. ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷന് നല്ല ഡയറക്ഷനാണ്. കാരണം ഒരു നിമിഷം പോലും നമ്മളെ ബോറടിക്കാതെ ഈ പടം നമ്മളെ പിടിച്ചെടുത്തുന്നുണ്ട്. ജഗദീഷിൻ്റെയും ബിന്ദു പണിക്കരുടെയൊക്കെ നല്ലൊരു കംബാക്ക്, നല്ല ഫിലിമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്ത ജോണ്ടറാണ്. റൊമാൻസ്, കോമഡി, ഹൊററിലുണ്ട്. ഐശ്വര്യലക്ഷ്മി തകർത്തുണ്ട്. ഐശ്വര്യലക്ഷ്മിയും ഷർഫും കോമ്പിനേഷനാണ്. ഒരു പാരസൈക്കോളജി ഫിക്ഷൻ ഫാൻറ്റസി മൂവിയാണ്. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്ത ജോണ്ടർ, നല്ലൊരു എൻ്റർടൈനറാണ്. പടം ഹിറ്റായിരിക്കും. ഹലോ മമ്മി കണ്ട് ഇറങ്ങിയിരുന്നു. ഒരു കോമഡി ആൻഡ് ഫാൻറ്റസി പടമാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. ജോണി ആൻ്റണി, ജഗദീഷ് ഏട്ടൻ, ഷറഫുക്ക എല്ലാവരും നല്ലൊരു കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫുള്ളൊരു ഫാൻറ്റസി മൂഡിൽ പോണ ഒരു സിനിമയാണ്. ഒരു ഹൊറർ പ്ലസ് ഫാൻറ്റസി മൂഡിലുള്ള പടം. നന്നായിട്ട് നല്ല പടം. നിങ്ങൾ കണ്ടില്ലേ? പടം നിർത്തില്ലേ? അതെ 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 പാട്ടും ഉണ്ടാവും. പൊളിക്കുന്നുണ്ടോ? സന്തോഷം. താങ്ക് യു. എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ? വീട്ടിലെല്ലാവരും അറിയിച്ചില്ലേ? താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഫാമിലി ആയിട്ട് വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഒബ്വിയസ്ലി ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയുക എങ്ങനെയുണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം കണ്ടില്ലേ? പടം തോന്നുന്നു? പടം കണ്ടില്ലേ? അതെ അതെ. നിങ്ങൾക്കൊക്കെ അത് തോന്നുന്നു? പടം കണ്ടെന്ന് തോന്നുന്നു ആണോ? എല്ലാവരും പറയാം. എല്ലാവരും കാണാൻ പറ്റുന്ന വാച്ചബിൾ ഫിലിമാണ്. വിജയിപ്പിക്കണം. നല്ല ഫിലിം. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കോമഡി, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, എക്സൈറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഉറപ്പായിട്ടും പിന്നെ കോസ്റ്റ്യൂം, മ്യൂസിക് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. OTTയിൽ കാണാൻ പറ്റും, പക്ഷേ തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഫുൾ സൗണ്ട്, ലൈറ്റ്, കോസ്റ്റ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഹീറോ നമ്മൾ ഇതുവരെ കണ്ട ഒരാളല്ല, വേറൊരു മൂഡായിട്ട് എനിക്ക് ഷർഫിൻ്റെ അതിൽ വേറൊരു പിക്ചറാണ് കണ്ടത്. ഉറപ്പായിട്ടും വന്ന് കാണണം, എങ്കിൽ ആ ഫീല് കിട്ടത്തുള്ളൂ. താങ്ക് യു. അടിപൊളി, സൂപ്പറായിട്ട് ചെയ്യണം. ഭയങ്കര എളുപ്പമാണ്. കൊള്ളച്ചിരിക്കാനുണ്ട്. സൂപ്പർ. നല്ല പടം. അതെ, ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഷോ ആണ്. ഫസ്റ്റ് ഷോയിൽ ഇപ്പം നമ്മൾ ക്രൂ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഓഡിയൻസിൻ്റെ കുറച്ച് ഷോസും കൂടെ കഴിഞ്ഞതിന് ശേഷമേ ആക്ച്വൽ റെസ്പോൺസ് എന്താണെന്ന് അറിയുള്ളൂ. ഇവിടെയുള്ള റെസ്പോൺസിൽ വളരെ ഹാപ്പിയാണ്. എനിക്കും ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും സന്തോഷമുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടി. ബാക്കി ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളല്ലേ പറയണ്ടേ? ഞാൻ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണോ? ചിരിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, വർക്ക് ആവുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അത് ആദ്യത്തെ ഷോ അല്ലേ കഴിഞ്ഞുള്ളൂ. വരട്ടെ, സമയം പറയാം. തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൊററും കോമഡി ഇങ്ങനത്തെ ഒരു ജോണർ നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് കുറച്ച് ആയി. സോ ഐ തിങ്ക് ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഹൊറർ കോമഡിയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഉണ്ട്. ആദ്യമൊക്കെ കുറച്ച് കോമഡി, പിന്നെ അത് ഹൊററിലോട്ടാവുന്നു ഒക്കെ ഉണ്ട്. ഇമോഷൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ പേടിപ്പിച്ചിരുന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ എല്ലാവരും വരില്ല. നല്ല പടമാണ്, അടിപൊളിയായിട്ടുണ്ടാവും. ഷാറുഖ്ഖയുടെ കോമഡി, പണ്ടത്തെ ആ ഒരു വന്ന സമയത്തുണ്ടായ കോമഡി ഇടയ്ക്ക് വെച്ച് നമുക്ക് മിസ്സായല്ലോ. എല്ലാത്തിലും ഭയങ്കര സീരിയസ് സാധനങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ഷാറുഖ്ഖയെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നൈഷയുടെ പെർഫോമൻസ് ആണെങ്കിലും ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര ക്യൂട്ട്, കാണാൻ സ്ക്രീനിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ എല്ലാം കൂടെ രസമുണ്ട്, നമുക്ക് കണ്ടിരിക്കാം. ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. എന്നാലും പ്രേതമുണ്ട്, പക്ഷെ നമ്മളങ്ങനെ പേടിപ്പിച്ചിരുത്തുന്ന പ്രേതമൊന്നുമല്ല. പാവം നല്ല പ്രേതം. മമ്മീനെ കാണിക്കുന്നില്ലല്ലോ ഇതിൽ, അപ്പോൾ മമ്മി ടൂലും മമ്മീനെ കാണിക്കുമെന്ന് വിചാരിക്കും.
നല്ല സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ചാണ്. കോമഡി നല്ലോണം കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫാന്റസിയും നല്ല രസമായിട്ടുണ്ട്, ഇമോഷണലിയും വർക്ക് ആവുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു ഈ സിനിമയുടെ ഇന്റർവ്യൂസിൽ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഒരു 5 വയസ്സിന് അതാണല്ലോ മനസ്സിലാവുന്ന ഒരു പ്രായം, അതാണല്ലോ 5 വയസ്സിന് മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. എനിക്ക് വർക്ക്. താങ്ക് യു. ടീമാണ് ഞങ്ങൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണ്ടിയിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജംസ്കേഴ്സിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത് ഇത്തരം പടങ്ങളിലൊക്കെ. ജംസ്കേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയില്ല ഇത്തരം അതത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും, അത് എഫക്റ്റിന് വേണ്ടി അത് ആവശ്യമാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? വർക്കൗട്ട് ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂവി. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, കോമഡി ആ കുറേ നാൾ കൂടി ചേച്ചിയുടെ പാട്ട് കേട്ടതിൻ്റെ ഒരു സന്തോഷം. ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഭയങ്കര ഫീൽ ആവുന്നത്. നിങ്ങൾ പടം കണ്ടു നോക്കുക. ഇപ്പൊ ഫസ്റ്റ് ഷോ അറിയില്ല, പടം കണ്ടു നോക്കുക. ഹലോ മമ്മി മലയാളത്തിൽ നമ്മൾ അധികം കണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കാണാത്ത ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ്. ഹൊറർ കോമഡി എന്നുള്ള ഒരു ജോണറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു സിനിമയ്ക്ക് വളരെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. കാരണം നമ്മൾ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമുക്കൊരു പിന്നെ എന്താ പറയുക അന്വേഷണ കഥകൾ, മിസ്റ്ററികൾ അങ്ങനെ കണ്ടതിൻ്റെ ഇടയിൽ ഈ സിനിമ കണ്ടപ്പോൾ വളരെ ഫ്രഷായിട്ട് തോന്നി. എടുത്തു പറയേണ്ടത് ഈ സിനിമ ഹൊറർ കോമഡിയിൽ കൂടുതലും കോമഡിയാണ്. അതായത് ഒരു ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞ് കഥയിലേക്ക് എൻ്റർ ചെയ്ത മുതൽ ഓരോ സീനും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഗംഭീര പെർഫോമൻസാണ്. ആർട്ടിസ്റ്റുകളൊക്കെ അതിഗംഭീര പെർഫോമൻസ് തന്നെ പറയണം. ഇപ്പോൾ ഷറഫുദ്ദീൻ ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ജഗദീഷ് ഏട്ടൻ അതുപോലെ ബിന്ദു ചേച്ചി അങ്ങനെയുള്ള സീനിയർ ആക്ടേഴ്സൊക്കെ അവരുടെ 100% കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് തുടങ്ങുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് ജെക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതായത് ത്രില്ലർ സിനിമകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെക്സ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോങ്ങുകളും വളരെ സാധാരണ സിനിമയിൽ സോങ്ങുകൾ വരുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ബ്രേക്കിന് പോകും. പക്ഷേ ഇതിൽ സോങ്ങും കണ്ടിരിക്കാൻ നല്ല രീതിയിലുള്ള നല്ല ക്യാമറ വർക്ക്. ഒരു എന്താ പറയുക ഒരു മലയാളത്തിൻ്റെ ഒരു കൊച്ചു ബുൽബുലയാന്നോ സ്ത്രീ എന്നൊക്കെ ഈ സിനിമയെ പറയാം. കാരണം നമ്മുടെ പരിമിതമായ ബജറ്റിൽ ഒരു പുതിയ ടീമിന് എത്ര മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയുടെ VFX വർക്കൊക്കെ എടുത്തു പറയേണ്ടതാണ്. കാരണം ചെറിയ രീതിയിൽ പക്ഷേ അത് തീരെ ബോറടിപ്പിക്കാതെ മുഴച്ചു നിൽക്കാത്ത രീതിയിൽ VFX വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹലോ മമ്മി എന്ന് പറയുന്ന ഈ മമ്മി എന്ന ക്യാരക്ടർ തന്നെ ഇൻവിസിബിൾ ആണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ എല്ലാവരും ആ ഒരു ക്യാരക്ടറിനെ ഫീൽ ചെയ്തിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ആ ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന് അധികം ഭയങ്കരമായ പ്രൊമോഷനോ ബഹളങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ കണ്ടൻറ്റ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു നല്ല വിജയം അർഹിക്കുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മളിപ്പോൾ ഗഗനചാരിയൊക്കെ പോലെ തുടക്കത്തിൽ പതിഞ്ഞാണെങ്കിലും കൂടെ ആൾക്കാർ കയറി വന്ന് വിജയിപ്പിക്കേണ്ട ഒരു സിനിമയായിട്ടാണ് ഹലോ മമ്മി ഫീൽ ചെയ്യുന്നത്. ഹലോ മമ്മി നല്ല രസമുള്ളൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഹൊറർ കോമഡി ജോണർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഹൊറർ എലമെൻറ്റ് കുറവാണ്, പക്ഷേ കോമഡി അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് എടുത്ത് പറഞ്ഞാൽ എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു VFX ക്വാളിറ്റി. പ്രൊഡക്ഷൻ വൈസ് ഒരു നല്ല, കാരണം ഒരു ഫാൻറ്റസി മൂവി ആകുമ്പോൾ VFX ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഈ കാലത്ത്. സോ അത് നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കോമഡീസ് അത്യാവശ്യം നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു 20 പോർഷൻ നല്ലൊരു ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ കോമ്പിനേഷൻ ഐശ്വര്യ ഷർഫീൻ സ്ക്രീനിൽ നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് കെമിസ്ട്രി വർക്കൗട്ടായിട്ടുണ്ട്. സോ മൊത്തത്തിൽ എന്താ പറയുക ഒരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി. അങ്ങനെ ഞെട്ടിക്കുന്ന സീൻസ് വാങ്ങണമെന്നില്ല, ബട്ട് എൻ്റർടൈൻമെൻ്റ് ആണ്. കോമഡി അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. ഇതൊരു ഫാമിലി പറയുന്ന കഥയാണ്. അങ്ങനെ റൊമാൻസ് ഉണ്ട്, ത്രൂ ഔട്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്. പിന്നെ ഷറഫുദ്ദീൻ നല്ല ആക്ടറായി മാറുകയാണ്. ലാലേട്ടർ പോലെ ഒരു വെർസറ്റൈൽ ആക്ടർ, ഏത് റോളും ചെയ്യാൻ പറ്റുന്ന ലയിക്കുകയാണ്. പിന്നെ ഐശ്വര്യ മാനേജറുണ്ട്. ഇത് രണ്ടിനാണ് പുതിയ പെയറിംഗ് ആണ്. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇതൊരു ഫാൻറ്റസി മൂവിയാണ്. മൺചിത്രയിൽ പോലെ കോമഡി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഹൊററുണ്ട്. ഹൊറർ ഉണ്ടെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്ന ഹൊററല്ല. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു എക്സ്പീരിയൻസ് മൂവിയാണ് ബേസിക്കലി. പക്ഷേ എക്സ്പീരിയൻസ് വർക്കൗട്ട് ആയിരുന്നു. ലാംഗ്വേജ് സംഭവമില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉയർന്നതാണ്. എഡിറ്റിംഗ്, ക്യാമറ വർക്ക് എല്ലാം നല്ലതാണ്. ഓണത്തിക്കാണ് നിങ്ങളൊരു ഫാൻറ്റസി മൂവി ഫിക്ഷൻ പാരസൈക്കോളജി ആ രീതിയിൽ എടുക്കണം. മൺചിത്രയിൽ കാണുന്ന പോലെ ആ രീതിയിലെടുത്ത നല്ലൊരു എൻ്റർടൈനറാണ്. എന്തായാലും വലിയ ഹിറ്റാവേണ്ട മൂവിയാണ്. ഐസൊലേഷൻ ശരിക്കും നടത്തുന്നുണ്ട്. എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കരാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് വലിയൊരു ഹിറ്റാവാൻ സാധ്യതയാണ്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇത് ടെക്നിക്കലി വളരെ സൗണ്ടാണ്. നല്ല മൂവിയാണ്. നന്നായിട്ട് വർക്കൗട്ടായിരുന്നു.
ഒരു ഹോളിവുഡ് പടം കാണാൻ എഫക്റ്റ് ആയിരുന്നു. ഇത് നിങ്ങൾ OTT-ൽ വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ഒന്ന് കാണേണ്ട പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസാണ്, മസ്റ്റ് വാച്ചാണ്. 5 4.5 മാർക്ക് കൊടുക്കാം. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയും കോംബോ സീൻസ് ഒക്കെ കൊള്ളാം. ഐശ്വര്യലക്ഷ്മി സാധനമൊക്കെയാണ്. ഇത് ചെറിയൊരു കോമഡി ആയിട്ട് രാജുവേട്ടൻ എന്നുള്ള വിളിക്ക് ശേഷം ഇപ്പോൾ ബോഡി എന്നുള്ള സാധനം ലൈക്ക് കയറി എടുത്തിട്ടുണ്ട്. ഓരോ കണ്ടിരിക്കാൻ പറ്റിയ വൺ ഡേ വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ത്രീ 2 പോലെയൊക്കെയാണ്. അല്ല, സ്ത്രീ 2-ൻ്റെ ലെവലായിട്ടൊന്നുമല്ല. ഇതൊരു ഡ്രാമ കോമഡി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ പടത്തിൻ്റെ ഒരു ലെവല് മാറിപ്പോയി എന്നുള്ളതാണ് എനിക്കൊരു നെഗറ്റീവ് വരുന്നത്. പക്ഷേ അത്യാവശ്യം ചിരിക്കാനൊക്കെ പടത്തിലുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിലും ഫസ്റ്റ് പടത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ ഹൊറർ ടച്ച് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്ത് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തേക്കുന്ന പടമായിട്ട് കാണുമ്പോൾ തോന്നുന്നു. കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം പറയുന്നത് പഴയ ഒരു പ്രേമത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഷർഫുദ്ദീനെ കണ്ട ഒരു ഫീലിംഗ്. അതെ, ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഒരു ത്രൂഔട്ട് ഹ്യൂമറി ചെയ്തേക്കുന്ന ഒരു പടം. ഹലോ മമ്മിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്ന് കണ്ടില്ലല്ലോ. കണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. വരട്ടെ, ഓക്കെ.